എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 12ാമത്തെ സർഗത്തിലെ 58, 59 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 58ാമത്തെ ശ്ലോകത്തിൽ ഉപജാതി വൃത്തവും 59ാമത്തെ ശ്ലോകത്തിൽ ഇന്ദ്രവജ്ര വൃത്തവുമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ശ്ലോകത്തിൽ ചോളദേശത്തെ പറ്റി വർണ്ണിക്കാൻ തുടങ്ങിയത് കണ്ടു. ഇന്നത്തെ 2 ശ്ലോകങ്ങളിലും ചോളദേശത്തിൻ്റെ സവിശേഷത തന്നെയാണ് പറഞ്ഞു വരണത്. അതുകൊണ്ടുകൂടിയൊക്കെ ആയിരിക്കാം ചോളദേശത്തെ പറ്റി ഇത്രയൊക്കെ വർണ്ണിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് ആ ദേശത്ത് താമസിക്കുന്ന, അവിടെ ജനിച്ചിട്ടുള്ള ആളായിരിക്കണം എന്നുള്ളതൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞതിനോടുകൂടി കൂട്ടി വായിക്കേണ്ടതാണ്. സുകുമാര കവിയുടെ നാട് ഇവിടെയൊക്കെ തന്നെ ആയിരിക്കണം. നമുക്കാദ്യം 58ാമത്തെ ശ്ലോകം നോക്കാം. കൽഹാരഗന്ധ കവിതാ മനോജ്ഞ കവേര കന്യാ പ്രഭവം ചവാരി ഇദം ത്രയം മോഹനമിന്ദ്രിയാണാമേഷ്വൈവ ശാതോദരിനാപരേഷു. നമുക്കാദ്യം പദച്ഛേദം പറയാം. കൽഹാരഗന്ധ കവിത മനോജ്ഞ കവേരകന്യാപ്രഭവം ച വാരി ഇദം ത്രയം മോഹനം ഇന്ദ്രിയാണാം ഏഷു ഏവ ശാതോദരി ന അപരേഷു. എന്താണ് ഇവിടെ പറയണതെന്നാണെങ്കിൽ, ചോളദേശത്തിൻ്റെ ഭംഗിയെ പറ്റിയിട്ട്, സൗന്ദര്യത്തെ പറ്റിയിട്ടൊക്കെയാണ് പറയണത്. ഹേ ശാതോദരി, ശാതമായ, ശാതം എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് എന്നർത്ഥം സംസ്കൃതത്തിൽ. ശാതോദരം, വയറ് ഒട്ടും ചാടിയിട്ടില്ലാത്ത ഒതുങ്ങിയ ശരീരപ്രകൃതത്തോടു കൂടിയവൾ, അധികം തടിയൊന്നുമില്ലാത്ത ഒരു പെൺകുട്ടിയെ വിളിക്കുന്ന പേരാണ്. അതാണ് ശാതോദരി. ഇവിടെ സത്യഭാമയെ വിളിക്കുകയാണ്. ഹേ ശാതോദരി, സുന്ദരിയായിട്ടുള്ള സത്യഭാമയെ. 3 കാര്യങ്ങളാണ് ലോകത്തെ ഏറ്റവും സുന്ദരമായിട്ടുള്ളത്. അതിൻ്റെ എണ്ണം എടുക്കുകയാണ്, അതൊക്കെ പറയുകയാണ്. കൽഹാരഗന്ധ മനോജ്ഞ കവിത കവേരകന്യാപ്രഭവം വാരി ച. 3 എണ്ണങ്ങളാണ്. ഏതൊക്കെയാണത്? 1 കൽഹാരഗന്ധം. കൽഹാരം എന്ന് പറഞ്ഞാൽ പൂവാണെന്നും കൽഹാരഗന്ധം എന്ന് പറഞ്ഞാൽ പൂവിൻ്റെ വാസനയാണ് എന്നും പറയുന്നുണ്ട്. ഏത് പുഷ്പമാണ് എന്നൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല. ഏറ്റവും ജനങ്ങളെ ആകർഷിക്കുന്ന അത്രയ്ക്ക് സുഗന്ധമുള്ളതായിട്ടുള്ള ഒരു പൂവ് കൽഹാരം. കൽഹാരത്തിന് താമര എന്നൊക്കെ അർത്ഥം പറയുന്നുണ്ട്. പല ദിക്കിലും പല വ്യാഖ്യാനങ്ങളും കൊടുക്കുന്നുണ്ട്. താമരയ്ക്ക് പക്ഷേ അത്ര വാസനയുള്ളതായിട്ടൊന്നും അറിവില്ല. നല്ല വാസനയുള്ള ഏതൊരു പൂവ്, അതിൻ്റെ വാസന, അതാണ് കൽഹാരഗന്ധം. മാത്രമല്ല മനോജ്ഞ കവിത, നല്ല സുന്ദരമായിട്ടുള്ള കാവ്യം, കവിത, അതും ജനങ്ങളെ പൊതുവെ ആകർഷിക്കുന്നതാണ്. പൂവിൻ്റെ വാസന, അതും ജനങ്ങളെ വളരെയധികം ആകർഷിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഇനി മറ്റൊന്നു കൂടിയുണ്ട്. എന്താണത്? കവേരശൈല പ്രഭവം വാരിച്ച. കവേരശൈലം, കവേരം എന്ന് പറഞ്ഞാൽ ഒരു പർവ്വതത്തിൻ്റെ പേരാണ്. ആ പർവ്വതത്തിൽ നിന്നാണത്രേ കാവേരി ഉണ്ടാകുന്നത്. കവേരസ്യ അപത്യം സ്ത്രീ കാവേരി എന്നാണ് അതിൻ്റെ വിഗ്രഹം വരുന്നത്. കാവേരി നദി ഉദ്ഭവിക്കുന്ന പർവ്വതത്തിൻ്റെ പേരാണ് കവേരമെന്ന്. അപ്പോൾ ഇവിടെ കവി പറയാണ്, കവേരത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്നതായ ജലവും, അതായത് കാവേരി നദിയിലെ വെള്ളവും, ഈ 3 കാര്യങ്ങൾ ലോകത്തിൽ ഏറ്റവും ആകർഷകമായിട്ടുള്ള വസ്തുക്കളാണ്. അതാണ് കൽഹാരഗന്ധം, മനോജ്ഞമായിട്ടുള്ള കവിത, കവേരശൈലത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്നതായ വെള്ളം അഥവാ കാവേരി നദിയിലെ വെള്ളം. ഇത് 3ഉം വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. ഇതം ത്രയം, ഈ 3 എണ്ണങ്ങളുണ്ടല്ലോ, അത് ഇന്ദ്രിയാണാം മോഹനം ഏഷു ഏവ ന അപരേഷു. ഈ 3 എണ്ണങ്ങളും ഇന്ദ്രിയങ്ങളെ മോഹിപ്പിക്കുന്നതാണ്. ഈ സുഗന്ധം വന്നാൽ അവിടെ മനുഷ്യർ, അതിൽ ആകർഷരാവാത്ത മനുഷ്യരില്ല. അതുകൊണ്ടാണ് കൽഹാരഗന്ധം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഗന്ധമാണ്. മറ്റൊന്നിനേക്കാളും, മറ്റേതൊരു ഗന്ധത്തിനേക്കാളും ഉത്തമമായിട്ടുള്ള ഗന്ധമാണ് കൽഹാരഗന്ധം എന്ന്. അടുത്തത് സുന്ദരമായിട്ടുള്ളൊരു കവിത. ആ കവിത വായിച്ചാൽ ആസ്വദിക്കാത്തവർ, അതിൽ മനം മയങ്ങാത്തവർ ഇല്ല. അതാണ് ഇന്ദ്രിയാണാം മോഹനം എന്ന് പറഞ്ഞത്. അടുത്തത് കവേര പർവ്വതത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്നതായ, കവേരൻ്റെ പുത്രിയായിട്ടാണ് പറയണത്. അതാണ് കവേര കന്യാ പ്രഭവം. കവേര കന്യയിൽ ഉണ്ടാകുന്നതായ, അതിൽ നിറഞ്ഞു തുളുമ്പി കിടക്കുന്നതായ വാരീച്ച, വാരി വെള്ളം, കാവേരി നദിയിലെ ജലം. ഇത് 3ഉം ഇന്ദ്രിയാണാം മോഹനം, ഇന്ദ്രിയങ്ങൾക്കൊക്കെ തർപ്പണം കൊടുക്കുന്നതാണ്, ഇന്ദ്രിയങ്ങളെ മോഹിപ്പിക്കുന്നതാണ്. ഏഷു ഏവ, ആ ഇന്ദ്രിയമോഹനം എവിടെ വരുന്നുള്ളൂ? ഈ 3 എണ്ണങ്ങളിൽ മാത്രമേ വരുന്നുള്ളൂ. ന അപരേഷു, മറ്റൊന്നിലുമില്ല. ഇത്രയ്ക്കധികം ആൾക്കാരെ
മോഹിപ്പിക്കത്തക്കതായിട്ടുള്ള വസ്തുക്കൾ വേറെയില്ല, വേറെ ഒന്നിലുമില്ല എന്നാണ് കവി പറയണത്. കവേര കന്യാപ്രഭവം എന്ന് എടുത്തു പറയുന്നുണ്ട് കവി. കവേര കന്യയിൽ, കവേര പർവ്വതത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദി, അതുകൊണ്ട് കവേരൻ്റെ കന്യക, കവേര കന്യ കാവേരി, അതിൽ നിന്ന് പ്രഭവം ഉണ്ടായി വരുന്നതായിട്ടുള്ള വാരി ജലം, വാരി വാരിണി വാരീണി എന്നുള്ളത് ജലം എന്നുള്ള ആ അർത്ഥത്തിൽ വരുന്ന വാക്കാണ്. നപുംസകലിംഗ പദം തന്നെയാണ്. നമുക്ക് 59ാമത്തെ ശ്ലോകം കൂടി നോക്കാം. അസ്മിൻ വസന്തോ വിഷയേ മനുഷ്യ ന സ്വർഗമിച്ഛന്തി ന ചാപവർഗം അത്രൈവ നിസ്സീമ സുഖാധിവാസേ ജന്മാഭിവാഞ്ഛന്തി പുനഃ പുനസ്തേ. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. അസ്മിൻ വസന്ത വിഷയേ മനുഷ്യാഃ ന സ്വർഗം ഇച്ഛന്തി ന ച അപവർഗം അത്ര ഏവ നിസ്സീമ സുഖാധിവാസേ ജന്മ അഭിവാഞ്ഛന്തി പുനഃ പുനഃ തേ. ഈ ഒരു പ്രദേശത്ത് എന്നും ജീവിക്കണം, ജനിച്ചിട്ട് മരിക്കുമ്പോൾ പിന്നെയും ഇവിടെ തന്നെ ജനിക്കണം എന്നുള്ള മോഹമുള്ളവരാണ് അവിടെ വസിക്കുന്നവർ അല്ലെങ്കിൽ വസിച്ചിട്ടുള്ളവർ. അതാണ് ഇവിടെ കവി പറയണത്. അസ്മിൻ വിഷയേ വസന്ത. അസ്മിൻ വിഷയേ എന്നുള്ളത് കൊണ്ട് അസ്മിൻ പ്രദേശേ എന്നർത്ഥം. ഈ ഒരു ഭൂപ്രദേശത്ത് വസിക്കുന്നവരായിട്ടുള്ള വസന്ത, വസിക്കുന്നവരായിട്ടുള്ള മനുഷ്യാഹ മനുഷ്യർ, ന സ്വർഗം ന ച അപവർഗം ഇച്ഛന്തി. അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് സ്വർഗവും വേണ്ട അപവർഗവും വേണ്ട. സ്വർഗം എന്നാൽ മരണാനന്തരം നമ്മുടെ സത്കർമ്മങ്ങൾ വെച്ച് പോണ സ്ഥലമാണ് സ്വർഗം. ഇനി സത്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും അവസാനിക്കുമ്പോൾ മോക്ഷത്തിലേക്ക് എത്തും, അതാണ് അപവർഗം. അതായത് വൈകുണ്ഠത്തിലേക്ക് എത്തുന്നു മനുഷ്യരെല്ലാവരും. മരണാനന്തരം അവിടെ സത്കർമ്മങ്ങളും തീർന്നു ദുഷ്കർമ്മങ്ങളും തീർന്നുവെങ്കിൽ പിന്നെ ആ ഊർജം അല്ലെങ്കിൽ ആത്മാവ് നേരെ വൈകുണ്ഠത്തിലേക്ക് പോകുന്നു, ഈശ്വര സാക്ഷാത്കാരം, ഈശ്വരനിൽ ചെന്ന് ചേരുന്നു എന്നാണ് നമ്മൾ ഹൈന്ദവരായിട്ടുള്ളവരുടെ വിശ്വാസം. പൗരാണികമായിട്ട് അതന്നെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. പക്ഷേ ഈ ചോളദേശത്ത് താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് അപവർഗവും വേണ്ട. അപവർഗം എന്ന് പറഞ്ഞാൽ മോക്ഷം എന്നാണ് അർത്ഥം. സ്വർഗത്തെ പറ്റിയിട്ടും അവർ മോഹിക്കുന്നില്ല. സ്വർഗം വേണമെന്നും മോഹിക്കുന്നില്ല, മോക്ഷം വേണമെന്നും മോഹിക്കുന്നില്ല. ന സ്വർഗം ന ച അപവർഗം ഇച്ഛന്തി. പിന്നെന്താണ് അവരാഗ്രഹിക്കുന്നത്? തേ അവരാകട്ടെ നിസ്സീമ സുഖാധിവാസേ അത്രൈവ. നിസ്സീമ സുഖാധിവാസം. നിസ്സീമം, സീമ എന്ന് പറഞ്ഞാൽ അതിര്, അവസാനം, അതിർത്തി എന്നൊക്കെ അർത്ഥം. നിസ്സീമം എന്ന് പറഞ്ഞാൽ അതിർത്തി ഇല്ലാത്ത, അതായത് തീരാത്തത്രയ്ക്ക് സുഖം തരുന്ന ദേശമാണത്രേ ചോളദേശം. നിസ്സീമ സുഖാധിവാസേ, എത്ര കണ്ട് സുഖം കിട്ടിയാലും പിന്നെയും സുഖം നൽകിക്കൊണ്ടിരിക്കുന്നതായ, ഏറ്റവും സുഖസുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റുന്നതായ, അത്രൈവ ഇവിടെ തന്നെ, ഈ ഒരു ദേശത്ത് തന്നെ, പുനഃ പുനഃ വീണ്ടും വീണ്ടും, ജന്മ അഭിവാഞ്ഛന്തി ജന്മം കിട്ടണേ എന്ന് തദ്ദേശവാസികളായിട്ടുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കവിക്ക് അറിയില്ല. പക്ഷേ കവി തൻ്റെ സ്വന്തം നാടായതുകൊണ്ടാവാം ചോളദേശത്തിനെ ഇത്രയധികം ഉയർത്തി പറയണത്, പൊക്കി പറയണത്. ഇവിടെ സർവ്വ സുഖസൗകര്യങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് ഇനിയും ഇവിടെ തന്നെ ജന്മം കിട്ടണേ എന്ന് ജനങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് മരണത്തിലേക്ക് പോകുന്നത്. അത്രയ്ക്ക് നല്ല സ്ഥലമാണ്. നമ്മൾ കാളിദാസൻ്റെ വർണ്ണനകളിൽ നോക്കിയാൽ കാണാം, കാളിദാസൻ ഉജ്ജയിനിയെ പറ്റിയിട്ടാണ് ഇതുപോലെ പറയണത്. സ്വൽപീഭൂതേ സുചരിതഫലേ സ്വർഗിണാം ഗാം ഗദാനാം ശേഷൈ പുണ്യൈർഹൃതമിവ ദിവഃ കാന്തിമത്ഖണ്ഡമേകം എന്ന് വിശാലാനഗരിയെ പറ്റിയിട്ട്, ഉജ്ജയിനിയുടെ തലസ്ഥാനമായിട്ടുള്ള വിശാലാനഗരിയെ പറ്റിയിട്ട് കാളിദാസൻ മേഘസന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിൽ പോയവരെ എടുത്തുകൊണ്ടുവന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു ഖണ്ഡം, സ്വർഗത്തിൻ്റെ ഒരു കഷ്ണം എന്ന പോലെ ശോഭിക്കുന്ന അത്രയ്ക്ക് സുഖസൗകര്യങ്ങളോടുകൂടിയ സുന്ദരമായിട്ടുള്ളൊരു ദേശമാണ് വിശാല. ശ്രീവിശാലാം വിശാലാം എന്ന് പറയുന്നുണ്ട്. ഏറ്റവും സമ്പദ് സമൃദ്ധമായിട്ടുള്ള, ശ്രീ കിടന്ന് വിലസിക്കുന്നതായിട്ടുള്ള വിശാല നഗരി എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ചോളദേശത്തെ പറ്റിയിട്ട് ഇവിടെ സുകുമാരകവി വളരെ വിസ്തരിച്ച് പറയുകയാണ്. ഇവിടെ ജന്മമെടുത്തവർ ഇവിടെ തന്നെ വീണ്ടും ജനിക്കണേ എന്ന് ആഗ്രഹിച്ചു പോകുന്നു. വയലാർ എഴുതിയതുപോലെ, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി എന്ന് പറയുന്നത് വളരെ ശരിയാണ്.
എത്ര കാലം ഇവിടെ ജീവിച്ചാലും മതിയാവില്ല. ഇനിയും ഇനിയും ഇവിടെ തന്നെ വന്ന് ജനിക്കാൻ തോന്നും. അങ്ങനെയാണ് ഓരോ ജീവിതത്തിൻ്റെയും സൗന്ദര്യം. ആ സൗന്ദര്യം കൊണ്ടാണ് നമുക്കത് തോന്നണത്. ഈ ഒരു നാടിൻ്റെ സവിശേഷകരങ്ങളായിട്ടുള്ള ഓരോരോ ഘടകങ്ങൾ, അവിടെ നദികളുണ്ടാവും, പർവ്വതങ്ങളുണ്ടാവും, കുന്നുകളുണ്ടാവും, അതുപോലെ കൃഷിസ്ഥലങ്ങളുണ്ടാവും, കടലുണ്ടാവും. ഇങ്ങനെ ഇതൊക്കെ കണ്ട് ആ ബാന്ധവങ്ങളിലൊക്കെ മുഴുകി ജീവിക്കുന്ന ഒരു ജീവനും ഇവിടുത്തെ ജീവിതം മടുക്കില്ല. അതുപോലെ തന്നെയാണ് സുകുമാരകവി പറയണത്, ഈ ചോളദേശത്ത് വന്ന് ജീവിച്ചാൽ ആർക്കും മടുപ്പുണ്ടാവില്ല. പിന്നെയും പിന്നെയും അവിടെ തന്നെ വന്ന് ജനിക്കാനും ജീവിക്കാനും തോന്നും എന്ന്. ഇതിനു മുമ്പ് 2 കവികളുടെ ഉദാഹരണം പറഞ്ഞു. അവരവരുടെ നാടിനെ പറ്റിയിട്ട്, സ്വദേശത്തെ പറ്റിയിട്ട് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി എന്ന് ശ്രീരാമൻ വിഭീഷണനോട് പറയുന്ന ഒരു സന്ദർഭമുണ്ട് രാമായണത്തിൽ. ഇവിടെ നിന്നുകൂടെ? ലങ്ക ഏറ്റവും സുന്ദരമായിട്ടുള്ള രാജ്യമല്ലേ? രാവണൻ്റെ മരണാനന്തരം രാവണനെ കൊന്നതിന് ശേഷം ആ രാജ്യത്ത് രാജാവായിട്ട് വാണുകൂടെ എന്നൊക്കെ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമായിട്ട് ശ്രീരാമൻ പറയണ വാക്കാണ്, ഇല്ല, എനിക്ക് തിരിച്ചു പോകണം. അമ്മയും ജന്മം തന്ന നാടും ഏറ്റവും ശ്രേഷ്ഠമാണ്. സ്വർഗം വേണോ, ജനിച്ച നാട് വേണോ എന്ന് ചോദിച്ചാൽ ജനിച്ച നാട് മതി എന്ന് തന്നെ നമ്മളെല്ലാവരും പറയും. അതാണ് നമുക്ക് നമ്മുടെ നാടിനോട് തോന്നുന്നതായിട്ടുള്ള ആ ഏറ്റവും വലിയ അടുപ്പവും ആ നാട് നമുക്ക് തരുന്നതായിട്ടുള്ള വാത്സല്യവും. അതന്നെയാണ് കവി ഇവിടെ പറയണത്. നമുക്ക് 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. കൽഹാരഗന്ധ കവിതാ മനോജ്ഞ കവേരകന്യാ പ്രഭവം ചവാരി ഇദം ത്രയം മോഹനമിന്ദ്രിയാണാമേഷ്വൈവ ശാദോദരിനാ പരേഷു അസ്മിൻ വസന്തോ വിഷയേ മനുഷ്യ ന സ്വർഗമിച്ഛന്തി ന ചാപവർഗം അത്രൈവ നിസ്സീമ സുഖാധിവാസേ ജന്മാഭിവാഞ്ഛന്തി പുനഃ പുനസ്തേ. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.